जानकीकान्तस्मरणं जय जय राम राम। वीर आंजनेय स्वामी की जय। रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पतये नमः। यत्र यत्र रघुनाथकीर्तनं तत्र तत्र कृतमस्तकाञ्जलिं बाष्पवारि परिपूर्णलोचनं मारुतिं नमत राक्षसान्तकम्। पीताम्बरं करविराजितशङ्खचक्रकौमोदगी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। गुरुभ्यो नमः। गं गणपतये नमः। संसरस्वती नमः। जानकीकान्तस्मरणं जय जय राम राम। वीर आंजनेय स्वामी की जय। हर हर नमः पार्वतीपतये। हर हर महादेव। अध्यात्मरामायणं बालकाण्डं कौसल्यास्तुति। नमस्ते देवदेव शङ्खचक्राब्जधर नमस्ते वासुदेव मधुसूदन हरे। नमस्ते नारायण नमस्ते नरकारे समस्तेश्वर शौर्ये नमस्ते जगत्पदे। निन्दिरुवडि मायादेविये कोण्डु विश्वं സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു സത്വാദി ഗുണത്രയമാശ്രയിച്ചെന്തിനിതെന്നുത്തമന്മാർക്കു പോലും അറിയാൻ വേലയത്രേ. പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പരമാത്മാവു പരൻ പുരുഷൻ പരിപൂർണൻ അച്യുതനനന്ദൻ അവ്യക്തൻ അവ്യയനേകൻ നിശ്ചലൻ നിരൂപമൻ നിർവാണപ്രദൻ നിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നീതിമാൻ നിഷ്കൽമഷൻ നിർഗുണൻ നിഗമാന്തവാക്യാർത്ഥവേദ്യൻ നാഥൻ നിഷ്ക്രിയൻ നിരാകാരൻ നിർജര നിഷേവിതൻ നിഷ്കാമൻ നിയമിനാം ഹൃദയ നിലയനൻ അദ്വയനജൻ അമൃതാനന്ദൻ നാരായണൻ വിദ്വൻ മാനസ പദ്മ മധുപൻ മധുവൈരി സത്യജ്ഞാനാത്മാ സമസ്തേശ്വരൻ സനാതനൻ സത്വസഞ്ജയ ജീവൻ സനകാദിഭിസേവ്യൻ തത്വാർത്ഥബോധരൂപൻ സകല ജഗന്മയൻ സത്താമാത്രകനല്ലോ നിന്തിരുവടി നൂനം. നിന്തിരുവടിയുടെ ജഠരത്തിങ്കൽ നിത്യമന്തമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു. അങ്ങനെയുള്ള ഭവാൻ എന്നുടെ ജഠരത്തിൽ ഇങ്ങനെ വസിപ്പതിനെന്തു കാരണം പോറ്റി. ഭക്തന്മാർ വിഷയമായുള്ളൊരു പാരവശ്യം വ്യക്തമായി കാണായി വന്നു മുഗ്ധയാമെനിക്കിപ്പോൾ. ഭർത്തൃപുത്രാർത്ഥ കുല സംസാര ദുഃഖാംബുധൗ നിത്യവും നിമഗ്നയായത്യർത്ഥം ഭ്രമിക്കുന്നേൻ. നിന്നുടെ മഹാമായ തന്നുടെ ബലത്തിനാൽ ഇന്നു നിൻ പാദാംഭോജം കാൺമാനും യോഗം വന്നു. ത്വത്കാരുണ്യത്താൽ നിത്യമുൾക്കാമ്പിൽ വസിക്കേണം. ഇക്കാണാകിയ രൂപം ദുഷ്കൃതമൊടുങ്ങുവാൻ. വിശ്വമോഹിനിയായ നിന്നുടെ മഹാമായ വിശ്വേശ മോഹിപ്പിച്ചിടായിക മാം ലക്ഷ്മീപദേ. കേവലമലൗകികം വൈഷ്ണവമായ രൂപം ദേവേശ മറയ്ക്കേണം മറ്റുള്ളോർ കാണും മുമ്പേ.
ലാളനാശ്ലേഷാദ്യനുരൂപമായിരിപ്പോരു ബാലഭാവത്തെ മമ കാട്ടേണം ദയാനിധേ. പുത്രവാത്സല്യ വ്യാജമായൊരു പരിചരണത്താലെ കടക്കേണം ദുഃഖസംസാരാർണവം. ഭക്തി പൂണ്ടിത്തം വീണു വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷോത്തമനരുൾ ചെയ്തു, മാതാവേ, ഭവാദിക്കെന്തിഷ്ടമാകുന്നതെന്നാൽ ഏതു മന്ദരമില്ല ചിന്തിച്ച വണ്ണം വരും. ദുർമതം വളർന്നൊരു രാവണൻ തന്നെ കൊന്നു സമ്മോദം ലോകങ്ങൾക്കു വരുത്തിക്കൊള്ളുവാൻ മുന്നം ബ്രഹ്മശങ്കര പ്രമുഖാമരപ്രവീരന്മാർ നിർമ്മല പദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ മാനവ വംശത്തിങ്കൽ നിങ്ങൾക്കു തനയനായി മാനുഷവേഷം പൂണ്ടു ഭൂമിയിൽ പിറന്നു ഞാൻ. പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്നു ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം. പൂർവജന്മനി പുനരതു കാരണമിപ്പോൾ ഏവം ഭൂതകമായ വേഷത്തെ കാട്ടിത്തന്നു. ദുർലഭം അദർശനം മോക്ഷത്തിനായിട്ടുള്ളോ നില്ലല്ലോ പിന്നെയൊരു ജന്മസംസാര ദുഃഖം. എന്നുടെ രൂപമിതം നിത്യവും ധ്യാനിച്ചുകൊള്ളുകെന്നാൽ വന്നിടും മോക്ഷമില്ല സംശയമേതും. യാതൊരു മർത്യനിഹ നമ്മിലെ സംവാദമീതാദരാൽ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കും അവനു സാരൂപ്യമെന്നറിഞ്ഞാലും ചേതസി മരിക്കുമ്പോൾ മത്സ്മരണയുമുണ്ടാം. ഇത്തരമരുൾ ചെയ്തു ബാലഭാവത്തെ പൂണ്ടു സത്വരം കാലും കയ്യും കുടഞ്ഞു കരയുന്നോൻ. ഇന്ദ്രനൈലാഭ പൂണ്ട സുന്ദരരൂപനരവിന്ദലോചനൻ മുകുന്ദൻ പരമാനന്ദാത്മാ ചന്ദ്രചൂഡാരവിന്ദം മന്ദിര വൃന്ദാരക വൃന്ദവന്ദിതൻ ഭുവി വന്നവതാരം ചെയ്താൻ. നന്ദനനുണ്ടായിതെന്നാശു കേട്ടൊരു പങ്ക്തിസ്യന്ദനനഥ പരമാനന്ദകുലനായൻ. പുത്രജന്മത്തെ ചൊന്ന ഭൃത്യവർഗത്തിനെല്ലാം വസ്ത്രഭൂഷണാദ്യഖിലാർത്ഥദാനങ്ങൾ ചെയ്താൻ. പുത്രവക്ത്രാബ്ജം കണ്ടു തുഷ്ടനായി പുറപ്പെട്ടു ശുദ്ധമായി സ്നാനം ചെയ്തു ഗുരുവിൻ നിയോഗത്താൽ. ജാതകർമ്മവും ചെയ്തു ദാനവും ചെയ്തു പിന്നെ ജാതനായിതു കൈകേയി സുതൻ. പിറ്റേ നാളും സുമിത്രാപുത്രന്മാരുണ്ടായി തിരുവരും. അമിത്രാന്തകൻ ദശരഥനും യഥാവിധി ചെയ്തിതു ജാതകർമ്മം ബാലന്മാർക്കെല്ലാവർക്കും. പെയ്തിതു സന്തോഷം കൊണ്ടശ്രുക്കൾ ജനങ്ങൾക്കും. സ്വർണരത്നൗഘ വസ്ത്രഗ്രാമാദി പദാർത്ഥങ്ങൾ എണ്ണമില്ലാതോളം ദാനം ചെയ്തു ഭൂദേവനാം. വിണ്ണവർ നാട്ടിലുമുണ്ടായിതു മഹോത്സവം. കണ്ണുകളായിരവും തെളിഞ്ഞു മഹേന്ദ്രനും. നാമകരണം. സമസ്ത ലോകങ്ങളും ആത്മാവാമിവങ്കലെ രമിച്ചിടുന്നു നിത്യമെന്നോർത്തു വസിഷ്ഠനും. ശ്യാമള നിറം പൂണ്ട കോമള കുമാരനു രാമനെന്നൊരു തിരുനാമവുമിട്ടാനല്ലോ. ഭരണ നിപുണനാം കൈകേയി തനയനു ഭരതനെന്നു നാമമരുളി ചെയ്തു മുനി. ലക്ഷണാന്വിതനായ സുമിത്രാതനയനു ലക്ഷ്മണനെന്നു തന്നെ നാമവും അരുൾ ചെയ്തു. ശത്രുവൃന്ദത്തെ
ഹനിച്ചിടുക നിമിത്തമായി ശത്രുഘ്നനിന്നു സുമിത്രാത്മജവരജനും നാമധേയവും 4 പുത്രർക്കും വിധിച്ചേവം ഭൂമിപാലനും ഭാര്യമാരുമായാനന്ദിച്ചാൻ. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. വീര ആഞ്ജനേയ സ്വാമിക്ക് ജയ്. അധ്യാത്മരാമായണം നമ്മൾ ഇന്നലെ ശ്രീരാമാവതാരം വരെയാണ് ബാലകാണ്ഡത്തില് പറഞ്ഞു നിർത്തിയത്. ഭഗവാൻ അങ്ങനെ ദശരഥപുത്രനായിട്ട് കൗസല്യാതനയനായിട്ട് ജനിച്ചു. ആ സൂതികാഗൃഹത്തില് അനവധി സൂര്യന്മാര് ഒന്നിച്ചുദിച്ചുയർന്ന പോലെയുള്ള പ്രകാശമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഭഗവാൻ 4 തൃക്കൈകളോട് കൂടിയിട്ട് ആ ശിശുരൂപത്തെ കാണിച്ചതിന് കണ്ടപ്പോ കൗസല്യാദേവിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമുണ്ടായി. അങ്ങനെ സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ അമ്മ ആ പുത്രനെ ഭഗവാനെ സ്തുതിക്കുന്നതാണ് ഈ കൗസല്യാസ്തുതി. അമ്മ ശരിക്കും മനസ്സിലാക്കിയിരിക്കുന്നു, തൻ്റെ ഉള്ളിൽ തൻ്റെ വയറ്റിൽ വന്ന് പിറന്നിരിക്കുന്നത് സാക്ഷാൽ ശ്രീമൻ നാരായണൻ തന്നെയാണ്, ബ്രഹ്മമാണ്, പരബ്രഹ്മമാണ് എന്ന് വരെ ആ അമ്മയ്ക്ക് അറിയാം. പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ യാതൊരു മാറ്റവുമില്ലാതെ എന്നും എപ്പോഴും ഒരുപോലെ നിലനിൽക്കുന്നത് എന്താണോ അതാണ് ബ്രഹ്മം. അതിന് മാറ്റമില്ല, ഗുണമില്ല, രൂപമില്ല, നാമമില്ല, അങ്ങനെ ഒന്നും ഇല്ലാത്ത, എന്നാൽ എല്ലാം ഉണ്ടായിക്കൊണ്ട് യാതൊരു ചലനവുമില്ലാതെ അചഞ്ചലനായിട്ട് നിൽക്കുന്നത് എന്താണോ, എപ്പോഴും ഉള്ളത് എന്താണോ അതാണ് ബ്രഹ്മം. ആ ബ്രഹ്മം തന്നെയാണ് തൻ്റെ മകനായിട്ട് പിറന്നിരിക്കുന്നത്. അല്ലയോ ഭഗവാനെ, അവിടുന്ന് എന്തിനാണ് ഇന്ന് എൻ്റെ ഈ പുത്രനായിക്കൊണ്ട് ജന്മമെടുത്തിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവണില്ല. എനിക്കതിൽ അതിയായ സന്തോഷമുണ്ട്. അങ്ങയുടെ ജഠരത്തിലാണ് ബ്രഹ്മാണ്ടങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്നത്. അങ്ങനെയുള്ള ബ്രഹ്മസ്വരൂപനായിട്ടുള്ള ഭഗവാൻ എന്തേ ഈ അമ്മയുടെ ജഠരത്തിൽ വന്ന് പിറന്നു? എനിക്ക് മറ്റൊന്നും വേണ്ട, എല്ലാ ഭാഗ്യവും കിട്ടി. ഈ പുത്രമിത്രാദി കളത്ര സുഖങ്ങള് എന്ന് വെച്ചാൽ ഭർത്താവ്, പുത്രന്മാര്, സമ്പത്ത്, അങ്ങനെയുള്ള ഈ ലൗകികമായിട്ടുള്ള എല്ലാ സുഖങ്ങളിലും കിടന്ന് വട്ടം കറങ്ങുകയാണ് ഞാന്. എനിക്ക് ഇതിൽ നിന്നൊരു മോചനം വേണ്ടേ? ആ മോചനത്തിനായിക്കൊണ്ട് ഞാൻ കുറെ കാലമായിട്ട് ആഗ്രഹിക്കുന്നതാണ്. ഇതിൽ നിന്നെല്ലാം ഒരു മുക്തി ലഭിക്കാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ഞാൻ എന്നും പറയുന്നതല്ലേ. ആ കേട്ടത് കൊണ്ടാണോ അങ്ങ് ഇന്ന് എനിക്ക് പുത്രനായിട്ട് ഈ ഒരു പുത്രഭാവേന അങ്ങ് തന്നെ നേരിട്ട് എഴുന്നള്ളി വന്നത്? ഭഗവാനെ, അങ്ങ് ഈ 4 തൃക്കൈകളോട് കൂടിയിട്ട് ഇങ്ങനെ ഒരു ശിശുരൂപമായാൽ എങ്ങനെയാണ് ഞാൻ അങ്ങയെ ലാളിക്കുക? എങ്ങനെയാണ് ഞാൻ അങ്ങയെ ആലിംഗനം ചെയ്യുക? ഒരു മാതാവ് എന്നുള്ള നിലയ്ക്ക് ഞാൻ എൻ്റെ ധർമ്മത്തെ ഞാൻ എങ്ങനെയാണ് പരിപാലിക്കുക? അങ്ങയുടെ ഈ ഒരു രൂപം മറച്ച് സാധാരണ ഒരു ബാലരൂപത്തിൽ ഇവിടെ കഴിയാൻ അങ്ങ് അനുവദിക്കണേ. അങ്ങയെ അങ്ങനെ കാണാറാക്കി തരണേ. അങ്ങക്ക് സത്യമായിട്ടുള്ള സ്വരൂപമാണ്, പക്ഷെ കാണുന്നവർക്ക് ആ ഒരു രൂപത്തിനെ സാധാരണ ഒരു ശിശുവിനെ പോലെ അങ്ങ് കാണാറാക്കി തരാൻ പാടുള്ളൂ. എങ്കിലും അങ്ങയുടെ കൂടെയുള്ള മഹാമായ എപ്പോഴും അങ്ങയുടെ കൂടെയാണുള്ളത്. ആ മഹാമായയെ എന്നെ ബാധിക്കാതിരിക്കാനും അങ്ങ് നോക്കണം. പുത്രഭാവേന എന്ന വ്യാജത്തിൽ എനിക്ക് അങ്ങയുടെ ഈ സുന്ദര രൂപം എപ്പോഴും എൻ്റെ മനസ്സിൽ സ്മരണയുണ്ടാക്കി തരണേ.
എന്നുള്ള ആ അമ്മയുടെ കൗസല്യ മാതാവിന്റെ സ്തുതി കേട്ട് കഴിഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, അമ്മേ, ഞാന് ഇപ്പോ ഇവിടെ ഈ അയോധ്യ രാജധാനിയില് ഞാൻ ജന്മമെടുത്തിരിക്കുന്നത്, ഒരു മനുഷ്യ ശിശുവായിട്ട് ജന്മമെടുത്തിരിക്കുന്നത് ബ്രഹ്മാദിദേവകളും ബ്രഹ്മശങ്കരാദികളും മഹർഷിമാരും ഭൂമിദേവിയും എല്ലാവരും കൂടി അവിടെ വന്ന് സങ്കടം ഉണർത്തിച്ചതിൻ്റെ പ്രകാരമാണ്. ഭൂമിയുടെ ഭാരം തീർക്കാനായി കൊണ്ടുള്ള ഒരു അവതാരമാണ് അമ്മ. ഇത് മനുഷ്യാവതാരമാണ്. ഇത് രാവണാദി രാക്ഷസന്മാരെ നിഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്നാൽ അവിടുത്തേക്ക് എപ്പോഴും എൻ്റെ ഈ രൂപത്തെയും ഭാവത്തെയും എപ്പോഴും സ്മരിക്കാനുള്ള അനുഗ്രഹം അവിടുത്തേക്ക് ഉണ്ടാവും. അവിടുന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ശിശുവായിക്കൊണ്ട് ഞാൻ മാറുന്നതാണ്. അവിടുന്ന് പരിഭ്രമിക്കേണ്ട കാര്യമില്ല. ഞാന് എപ്പോഴും എല്ലാവരുടെയും ഉള്ളിൽ നിറഞ്ഞു നിൽക്കും. അമ്മ ഈ സ്തുതിച്ചിട്ടുള്ള ഈ ഓരോ വാക്കുകളും, അതുപോലെ ഞാൻ ഈ പറയുന്നത് ആയിട്ടുള്ള ഈ വാക്കുകളും ആരാണോ കേൾക്കുന്നത്, ആരാണോ പറയുന്നത്, ആരാണോ ചെയ്യുന്നത്, അവർക്കെല്ലാം മുക്തി ലഭിക്കും. ഈ ഒരു വാക്കുകളെ സ്മരിക്കേണ്ട മാത്ര അവർ മുക്തരായി തീരുന്നതാണ് അമ്മേ. അമ്മയുടെ ഈ പുത്രനെ അമ്മ ലാളിക്കൂ, വേണ്ട വിധം അമ്മയുടെ ധർമ്മത്തെ ചെയ്തുകൊള്ളൂ. പണ്ട് ഒരു കാലത്ത് കശ്യപ പ്രജാപതിയും അതിഥി മാതാവുമായിരുന്നു നിങ്ങള്. ഇന്ന് ഇവിടെ ദശരഥ മഹാരാജാവും കൗസല്യാദേവിയുമായിട്ട് പിറന്നേക്കുന്നതാണ്. അങ്ങനെ അന്ന് നിങ്ങൾ ഒരുപാട് എന്നെ പുത്രഭാവേന കാണുന്നതിനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അതിന്റെ ഫലം കൊണ്ടുമാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് പുത്രനായിട്ട് ജനിച്ചിരിക്കുന്നത്. ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് ഭഗവാൻ ആ മനുഷ്യരൂപത്തെ കൈക്കൊണ്ടു. ഇത് കേട്ടറിഞ്ഞ് കൗസല്യാദേവി രാമന് ജന്മം നൽകി എന്നതെല്ലാം കേട്ടറിഞ്ഞ് ദശരഥ മഹാരാജാവ് വളരെയധികം ആനന്ദത്തോടുകൂടി അവിടേക്ക് വന്നു. പുത്രനെ കണ്ടു. പിറ്റേന്നാൾ ഭരതനുണ്ടായി. അതിൻ്റെ പിറ്റേന്നാൾ സുമിത്ര 2 പുത്രന്മാർക്ക് ജന്മം നൽകി. ആ കുട്ടികളെ എല്ലാം കണ്ടതിൻ്റെ ആനന്ദത്താൽ താൻ 4 മക്കളുടെ അച്ഛനായി എന്നുള്ള ആ ഒരു സന്തോഷം കൊണ്ട് വേണ്ടതായിട്ടുള്ള ആ കർമ്മങ്ങളെല്ലാം ചെയ്തു. കുളിച്ചു വന്ന് ശുദ്ധായി ജാതകർമ്മങ്ങളെ എല്ലാം അനുഷ്ഠിച്ചു. ബ്രാഹ്മണർക്കെല്ലാം ദാനം ചെയ്തു. ദേവന്മാർക്കെല്ലാം വേണ്ടതെല്ലാം വേണ്ട പ്രകാരം ചെയ്തു. പ്രജകൾക്കെല്ലാം അവർക്ക് വേണ്ടത് എന്താണോ ഓരോരുത്തർക്കും വേണ്ടത് അദ്ദേഹം സന്തോഷപൂർവ്വം ചെയ്തു കൊടുത്തു. അതിനുശേഷം ആ വസിഷ്ഠ ഗുരുവിന്റെ നേതൃത്വത്തില് ആ പുത്രന്മാർക്ക് പേരിട്ടു. കൗസല്യാതനയന് ശ്രീരാമനെന്നും കൈകേയിയുടെ പുത്രന് ഭരണത്താൽ നിപുണനായതുകൊണ്ട് ഭരതൻ എന്നും, എന്നാൽ സുമിത്രയുടെ പുത്രന് വലിയ ആൾക്ക് ലക്ഷണാന്വിതനായതുകൊണ്ട് ലക്ഷ്മണൻ എന്നും, എന്നാൽ ശത്രുവൃന്ദത്തെ മുഴുവൻ ഹനിച്ചിടാൻ അവരെ എല്ലാം ഇല്ലാതാക്കാൻ കാരണമായി തീരും എന്നുള്ളത് കൊണ്ട് 4ാമത്തെ ഉണ്ണിക്ക് ശത്രുഘ്നൻ എന്നും പേരിട്ടു. അവരെല്ലാവരും ആ കുട്ടികളെ കണ്ടുകൊണ്ട്, ആ കുട്ടികളുടെ ഓരോ കളികളെയും കണ്ടുകൊണ്ട് ആ രാജാവും രാജ്ഞിമാരും കൊട്ടാരത്തിലുള്ളവരെല്ലാവരും അയോധ്യാവാസികളും എല്ലാവരും പരമാനന്ദത്തില് അവിടെ അയോധ്യയിൽ വാണുകൊണ്ടിരിക്കുന്നു. അടുത്ത ഭാഗം ബാലലീലയാണ്. തുടർന്നും കേൾക്കാം. ജാനകീകാന്ത സ്മരണം ജയ ജയ രാമ രാമ. വീര ആഞ്ജനേയ സ്വാമിക്ക് ജയ്.
ഹര ഹര നമ പാർവതീപതയേ ഹര ഹര മഹാദേവ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.